നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലത്ത് തെരുവുനായയുടെ ആക്രമണം, 7 പേർക്ക് കടിയേറ്റു. കടിയേറ്റവർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. തെരുവുനായ്ക്ക് പേവിഷബാധ ഉള്ളതായും സംശയം. പാലക്കാട് എറണാകുളം മെമു ട്രെയിനിൽ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന അംഗങ്ങൾക്കും പ്രത്യേക സീറ്റുകൾ അനുവദിക്കണമെന്നും 12 കോച്ചുകളിൽ നിന്ന് 16 കോച്ചുകളാക്കി ഉയർത്തണമെന്നും വള്ളത്തോൾ നഗർ ഡിവിഷണൽ റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അറ്റകുറ്റപ്പണികൾക്കായി മുടങ്ങുന്ന ട്രെയിൻ ആഴ്ചയിൽ എല്ലാ ദിവസവും ഓടിക്കണമെന്നും ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് വള്ളത്തോൾ നഗറിൽ 100 കണക്കിന് യാത്രക്കാർ വലയുകയാണെന്നും ഭാരവാഹികൾ. സ്റ്റോപ്പില്ലാത്ത 62ഓളം ദീർഘദൂര ട്രെയിനുകൾ വള്ളത്തോൾ നഗർ വഴി കടന്നുപോകുന്നുണ്ടെന്നും ഇതിൽ ചില വണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചാൽ മലബാർ മേഖലയിലെ യാത്രക്കാർക്ക് സൗകര്യപ്രദമാകുമെന്നും കൺസൾട്ടേറ്റീവ് കമ്മിറ്റി. കിണർ വൃത്തിയാക്കുന്നതിനിടെ കിണറ്റിൻ്റെ ആൾമറയുടെ തൂണിടിഞ്ഞു വീണ തൊഴിലാളി മരിച്ചു. മരിച്ചത് കുഴൽമന്ദം തെക്കേക്കര പെരുങ്കുന്നം ചെരിങ്കൽ പറമ്പിൽ 40 വയസ്സുള്ള രാമദാസ്. അപകടം തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ. മുള്ളൂർക്കരയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവ് കാഴ്ച. മുള്ളൂർക്കര വാഴക്കോട് വളവിൽ ഇറങ്ങിയ കാട്ടാന വേലികളും മതിലുകളും കൃഷിയും നശിപ്പിച്ചു. അപകടം തുടർക്കഥയായ കോട്ടായി ഓടന്നൂർ ജംഗ്ഷനിൽ അപകടം കുറയ്ക്കാൻ അധികാരികളുടെ ഭാഗത്തു നിന്നും സത്വര നടപടി വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തം. ജംഗ്ഷനിൽ ഓരോ ദിവസവും ഒന്നിലധികം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്നും പ്രദേശവാസികൾ. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലത്ത് തെരുവുനായയുടെ ആക്രമണം. താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിക്ക് സമീപം വെച്ച് 7 പേർക്ക് നായയുടെ കടിയേറ്റു. കടിയേറ്റവർ താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ തേടി. തെരുവുനായ്ക്ക് പേവിഷബാധയുള്ളതായി സംശയമുണ്ട്. ഒറ്റപ്പാലത്തെ താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിക്ക് സമീപത്ത് വെച്ചാണ് തെരുവുനായയുടെ ആക്രമണമേറ്റത്. 7 പേർക്കാണ് നായയുടെ കടിയേറ്റത്. ആശുപത്രിക്ക് ഉള്ളിൽ വെച്ചാണ് ഒരാൾക്ക് കടിയേറ്റതെന്ന സൂചനയുണ്ട്. അത്യാഹിത വിഭാഗത്തിലേക്കും തെരുവുനായ ഓടിക്കയറാൻ ശ്രമിച്ചു. വാതിലിന് അരികിലുണ്ടായിരുന്നവർ വേഗം അടച്ചതുകൊണ്ടാണ് നായയുടെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും കടകളിൽ സാധനങ്ങൾ വാങ്ങാൻ വന്നവർക്കും നടക്കാൻ ഇറങ്ങിയവർക്കുമാണ് കടിയേറ്റിരിക്കുന്നത്. തോട്ടക്കര NCC ഓഫീസിലെ ആർമി ഉദ്യോഗസ്ഥനും കടിയേറ്റിട്ടുണ്ട്. താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിക്ക് സമീപത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഡ്രൈവറായ തോട്ടക്കര സ്വദേശി 52-കാരൻ ബാബു, പാലാട്ട് റോഡ് കവലയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന 35-കാരനായ മൈലുംപുറം സ്വദേശി സന്തോഷ്, ഒറ്റപ്പാലം NCCയിലെ ആർമി ഉദ്യോഗസ്ഥൻ 39-കാരനായ ഹർണിക്ക്, കടയിൽ പാൽ വാങ്ങാൻ വന്ന 70-കാരനായ ശിവദാസ്, 37-കാരനായ വരോട് സ്വദേശി കൃഷ്ണദാസ്, 62 വയസ്സുള്ള KP സുരേഷ്, 54-കാരനായ തോട്ടക്കര സ്വദേശി സുരേഷ് കുമാർ എന്നിവർക്കാണ് കടിയേറ്റത്. എല്ലാവർക്കും കാലിലും തുടയിലുമാണ് കടിയേറ്റിരിക്കുന്നത്. മറ്റൊരാളെ കടിക്കാൻ പോയ നായയെ തുരത്തുന്നതിനിടയിലാണ് ബാബുവിന് കടിയേറ്റത്. ഹർണക്, സുരേഷ് കുമാർ എന്നിവർക്ക് സായാഹ്ന സഫാരിക്കിടെയായിരുന്നു കടിയേറ്റത്. സുരേഷ് കുമാർ നടന്നു പോകുന്നതിനിടെ വശത്തു കൂടി പോയ നായ പിന്നിലൂടെ വന്ന് കടിക്കുകയായിരുന്നു. പലരുടെയും ധരിച്ചിരുന്ന മുണ്ട് കടിച്ചു കീറിയ നിലയിലാണ്. തെരുവുനായ്ക്ക് പേവിഷബാധ ഉള്ളതായി സംശയിക്കുന്നുണ്ട്. കടിയേറ്റവർ താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് എറണാകുളം മെമു ട്രെയിനിൽ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന അംഗങ്ങൾക്കും പ്രത്യേക സീറ്റുകൾ അനുവദിക്കണമെന്നും 12 കോച്ചുകളിൽ നിന്ന് 16 കോച്ചുകളാക്കി ഉയർത്തണമെന്നും വള്ളത്തോൾ നഗർ ഡിവിഷണൽ റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അറ്റകുറ്റപ്പണികൾക്കെന്ന് പറഞ്ഞ് മുടങ്ങുന്ന വണ്ടി ആഴ്ചയിൽ എല്ലാ ദിവസവും ഓടണമെന്നും വള്ളത്തോൾ നഗറിൽ നിന്ന് 100 കണക്കിന് ആളുകൾ ചൊവ്വാഴ്ച ട്രെയിനില്ലാതെ വലയുന്ന അവസ്ഥയാണെന്നും കൺസൾട്ടേറ്റീവ് ഭാരവാഹികൾ പറഞ്ഞു. സ്റ്റോപ്പില്ലാത്ത 62ഓളം ദീർഘദൂര ട്രെയിനുകൾ വള്ളത്തോൾ നഗർ സ്റ്റേഷൻ വഴി കടന്നുപോകുന്നതിൽ കുറച്ച് വണ്ടികൾ വള്ളത്തോൾ നഗറിൽ നിർത്തിയാൽ മലബാർ മേഖലയിലെ യാത്രക്കാർക്ക് ഉപകാരപ്രദമാകുമെന്നും ഭാരവാഹികൾ പറയുന്നു. മെമു ട്രെയിനിൽ ഭിന്നശേഷി കോച്ച് ഇല്ല. അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്ക് സീറ്റ് റിസർവ് ചെയ്യപ്പെട്ടിട്ടില്ല. എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനുകളിൽ ഭിന്നശേഷി കോച്ച് നിലവിലുണ്ട്. അതുകാരണം ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും യാത്ര ചെയ്യാൻ വളരെ പ്രയാസമായതിനാൽ എൽഡർ ബഡ്ജറ്റ് അടങ്ങുന്ന നമ്മുടെ രാഷ്ട്രത്തിന് ഇത് അതിപ്രധാനമാണെന്നുള്ള ഇന്ത്യൻ റെയിൽവേയോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിക്കും റെയിൽവേ മിനിസ്റ്ററിനും ഡിവിഷണൽ റെയിൽവേ മാനേജരും സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർക്കും സംസ്ഥാന മുഖ്യമന്ത്രിക്കടക്കം ഞങ്ങൾ പരാതി നൽകിയിട്ടുള്ളതാണ്. അതിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് DRECC മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ ആവശ്യപ്പെടുന്നു. കിണർ വൃത്തിയാക്കുന്നതിനിടെ കിണറ്റിൻ്റെ ആൾമറയുടെ തൂൺ ഇടിഞ്ഞു വീണ തൊഴിലാളി മരിച്ചു. കുഴൽമന്ദം തെക്കേക്കര പെരുങ്കുന്നം ചെരിങ്കിൽ പറമ്പിൽ 40 വയസ്സുള്ള രാമദാസാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. കിണർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കെ കിണറിൻ്റെ ആൾമറയുടെ പില്ലർ താഴേക്ക് പതിക്കുകയായിരുന്നു. താഴേക്ക് വീണ പില്ലർ കിണറിനകത്ത് ചെളി കോരുകയായിരുന്ന രാമദാസിന്റെ തലയിലേക്കാണ് മറിഞ്ഞത്. കിണറിന്റെ മുകൾ ഭാഗത്ത് 2 പേർ പണിക്ക് നിന്നിരുന്നെങ്കിലും അവർ സുരക്ഷിതരാണ്. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി
നെറ്റ് ഉപയോഗിച്ചാണ് രാംദാസിനെ പുറത്തെത്തിച്ചത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുള്ളൂർക്കരയിൽ കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പതിവാകുന്നു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡ് വാഴക്കോട് വളവിൽ ഇറങ്ങിയ കാട്ടാന വേലികളും മതിലും കൃഷിയും നശിപ്പിച്ചു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയ്ക്ക് അരികിൽ വരെ എത്തിയാണ് കാട്ടാന മടങ്ങിയത്. ഇത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. വാഴക്കോട് വളവിൽ അത്താണിപ്പറമ്പിൽ വീട്ടിൽ ഷംസുവിന്റെ പുരയിടത്തിലിറങ്ങിയ കാട്ടാന കവുങ്ങ്, വാഴ, മഞ്ഞൾ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ നശിപ്പിച്ചിട്ടുണ്ട്. വീടിനരികിലൂടെ നടന്നാണ് സംസ്ഥാന പാതയ്ക്കരികിൽ എത്തി മടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഷംസുവും കുടുംബവും ബന്ധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വീട്ടിലില്ലായിരുന്നു. തിങ്കളാഴ്ച രാവിലെ വന്നപ്പോഴാണ് കാട്ടാന ഇറങ്ങിയ വിവരം മനസ്സിലായത്. തുടർന്ന് വനംവകുപ്പിനെയും പഞ്ചായത്ത് അധികൃതരെയും വിവരം അറിയിച്ചിട്ടുണ്ട്. കാട്ടാനയുടെ വിഹാര കാരണം വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നും അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ ഇതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നും ഷംസു ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അപകടം തുടർക്കഥയായ ഓടന്നൂർ ജംഗ്ഷനിൽ അപകടം കുറയ്ക്കാൻ അധികാരികളുടെ ഭാഗത്തു നിന്നും സത്വര നടപടികൾ വേണമെന്ന ആവശ്യം ശക്തം. ജംഗ്ഷനിൽ ഓരോ ദിവസവും 1-ലധികം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. വാഹനാപകടങ്ങൾ തുടർക്കഥയായ ഓടന്നൂർ ജംഗ്ഷനിൽ അപകടം കുറയ്ക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്നും സത്വര നടപടികൾ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പരക്കെ മുറവിളി ഉയരുന്നത്. കോട്ടായി, പാലക്കാട്, പറളി, ശാസ്താപുരം എന്നീ റോഡുകളുടെ സംഗമസ്ഥാനമായ ഓടന്നൂർ ജംഗ്ഷനിൽ ഓരോ ദിവസവും 1-ലധികം വാഹനാപകടങ്ങൾ പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുതുതായി റോഡിൽ വരുന്ന ഡ്രൈവർമാർക്ക് പ്രധാന റോഡ് ഏതാണെന്ന് അറിയാത്തതാണ് നിരന്തരമുള്ള അപകടത്തിന് കാരണമാകുന്നതെന്നും പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിക്ക് ഇവിടെ ഓടയിൽ കാറിടിച്ച് ഓട്ടോ യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും കാറിനും ഓട്ടോയ്ക്കും വലിയ തോതിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ പറളിയിൽ നിന്നും ശാസ്താപുരം ഭാഗത്തുനിന്നും വരുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കാൻ 2 റോഡുകളിലും റബ്ബർ ഹമ്പ് സ്ഥാപിക്കണമെന്നും ഓടന്നൂർ ജംഗ്ഷനിലെ വ്യാപാരികളും ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരും ആവശ്യപ്പെട്ടു. ജംഗ്ഷനിൽ വന്ന ശേഷമാണ് ഇവിടെ ഒരു മെയിൻ റോഡിൽ അറിയുന്നതാണ് അപകടത്തിൽപ്പെട്ട വണ്ടിക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഡിവൈഡർ വയ്ക്കുക, അതേമാതിരി ഇവിടെ ഒരു മെയിൻ റോഡുണ്ട് പറഞ്ഞാൽ സിഗ്നൽ ബോർഡുകൾ വയ്ക്കുക. പിന്നെ പറ്റുകയാണെങ്കിൽ ഒരു എന്താ പറയുക ടയറിൻ്റെ ഹമ്പുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ നിത്യ അപകട മേഖലയായി മാറിയല്ലോ. അവിടെ 2 ബോർഡ് വയ്ക്കും. ഒരു അപകട മേഖല എന്ന് എഴുതിയിട്ട് ആ ഇറക്കത്തിൽ തിരുവിൽ അവിടെ വയ്ക്കും. പിന്നെ ഇവിടെ 2 ബോർഡും വയ്ക്കും. ഇത് മറ്റേ പോലീസുകാരുടെ അതിൻ്റെ ഡിവൈഡർ അതിനാണ് പെടും. അപ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥം പറഞ്ഞാൽ ഇവിടെ ഒരു 2 ഹമ്പ്. എവിടെ, ഏത് റോഡിലാണ്? പറളി റോഡിൽ നിന്നാണ് മെയിനായിട്ട് കയറുന്നത്. അപ്പോൾ ആ ഹമ്പ് ഇട്ടാൽ ആക്സിഡൻറ്റ് പരമാവധി കുറയ്ക്കാതെ. ഇപ്പോൾ ബൈപ്പാസിൽ ഇടാൻ പറ്റില്ല എന്നൊക്കെയാണ്. അതിനാണെങ്കിൽ പറളിയിൽ ഹമ്പുണ്ടല്ലോ, ഹമ്പിൻ്റെ പ്രശ്നം തന്നെയാണ്. ദിവസം 1.5 ആക്സിഡൻറ്റ് നടന്നുകൊണ്ടിരിക്കും. വാഹനാപകടങ്ങൾ നടന്നാൽ ബഹുഭൂരിഭാഗം കേസുകൾ തമ്മിൽ ഒത്തുതീർന്ന് സ്ഥലം വിടുന്നതിനാൽ അപകട കേസുകളൊന്നും കോട്ടായി പോലീസ് അറിയുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനെതിരെ CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി വാണിയംകുളം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ധർണയും സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. ലാഭമുണ്ടാക്കാനും പണമുണ്ടാക്കാനുമുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോൾ, ഡീസൽ, ക്രൂഡ് ഓയിൽ പൊളിറ്റിക്സ് എന്ന് അതിനെ വിളിക്കുന്നു. ക്രൂഡ് ഓയിൽ പൊളിറ്റിക്സിനെ ഉപയോഗിച്ചുകൊണ്ട്, ഊർജ പൊളിറ്റിക്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോക മുതലാളിത്ത രാജ്യങ്ങളാകെ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുതലാളിമാർക്ക്, അവരുടെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്യാനും അതിൻ്റെ പങ്കുപറ്റാനും വേണ്ടിയുള്ള ശ്രമമാണ് ലോകത്തിലെ മുതലാളിത്ത രാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലും ഇന്ന് ഈ ക്രൂഡ് ഓയിൽ വിഭവങ്ങൾ ഇന്ന് ശേഖരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. ജില്ലാ കമ്മിറ്റി അംഗം K. ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ സെക്രട്ടറി K. ഭാസ്കരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള, P. സിന്ധു, TP ഭാസ്കരൻ, M. ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഷൊർണൂർ ഗണേശ്വരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. ഹൈസ്കൂൾ +2 വിജയികളെ അനുമോദിക്കുന്നതിനാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ഗണേശ്ഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിങ്കളാഴ്ച രാവിലെയാണ് ഓഡിറ്റോറിയത്തിൽ വിജയോത്സവം 2026 സംഘടിപ്പിച്ചത്. SSLC +2 പരീക്ഷാ വിജയികളെ അനുമോദിക്കുന്നതിനായാണ് വിജയോത്സവം സംഘടിപ്പിച്ചത്. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. സംസ്കാരവും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ കൂടെയുള്ള സഹജീവികളെ നമ്മുടെ വളരെ അനുകമ്പയോടുകൂടി കാണുന്നതിനും അവർക്ക് വേണ്ട സഹായം ചെയ്യുന്നതിനും ഒരു സമൂഹ ജീവിയായി ജീവിക്കുന്നതിനും വേണ്ട കഴിവാണ്
വിദ്യാഭ്യാസത്തിലൂടെ ഓരോ പൗരനും നേടിയെടുക്കേണ്ടത്. അപ്പോൾ തോറ്റുപോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല. നമ്മൾ കൂടുതൽ നന്നായി പഠിച്ച് ചിലപ്പോൾ കുറച്ച് ഇപ്പോൾ സ്റ്റേ പരീക്ഷകളൊക്കെ ഉണ്ട്, അത് എഴുതി അടുത്ത ചാൻസിൽ തന്നെ സ്കൂളിൽ ചേരാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. വിജയികൾക്കുള്ള ഉപഹാരവും എൻഡോമെന്റ് വിതരണവും ചെയർപേഴ്സൺ പി നിർമ്മല, കൗൺസിലർ EP നന്ദകുമാർ എന്നിവർ നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് കൗൺസിലർ EP നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് VN മനോജ് കുമാർ, SMC ചെയർപേഴ്സൺ നദീറ, MPTA പ്രസിഡന്റ് PM സലീമ, സ്റ്റാഫ് സെക്രട്ടറിമാരായ CN സിന്ധു, അരുൺ വിജീസ്, സ്റ്റാഫ് അസിസ്റ്റന്റ് K മധു, P ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. ലേഖ ഗോവിന്ദൻ സ്വാഗതവും HM ഇൻചാർജ് A ലൂണ നന്ദിയും പറഞ്ഞു. നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര DYFI കാക്കോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. ചടങ്ങിൽ SSLC +2 വിജയികളെ അനുമോദിച്ചു. പ്രശാന്ത് വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫി വിതരണം നടത്തി. ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S ജിൻസി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR ഷാജീവ്, KB സുധീർ, ജയരാജ്, കിരൺ, അജ്മൽ എന്നിവർ സംസാരിച്ചു. പാലക്കാട് പ്രസ് ക്ലബിൻ്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രസ് ക്ലബ്ബ് മുൻകാല ഭാരവാഹികളുടെ സംഗമം സംഘടിപ്പിച്ചു. 1966-2026 റീകണക്ട് എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമം MLA സുമേഷ് അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാടിൻ്റെ സാമൂഹ്യ വികസനത്തിലും സാംസ്കാരിക മേഖലയിലും അടയാളമായി മാറിയ പാലക്കാട് പ്രസ് ക്ലബിൻ്റെ ഈ പ്രവർത്തനം അഭിനന്ദാർഹമാണ്. ജനപ്രതിനിധികൾക്ക് ജനകീയ ആവശ്യങ്ങൾ എന്തെന്നും എങ്ങനെ ചെയ്യണമെന്നതിലും തീരുമാനമെടുക്കുന്നതിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. മാധ്യമങ്ങൾ നൽകുന്ന അംഗീകാരത്തെ പോലെ തന്നെയാണ് വിമർശനങ്ങളെയും ഉൾക്കൊള്ളുന്നതെന്ന് MLA സുമേഷ് അച്യുതൻ പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് നോബിൾ ജോസ് അധ്യക്ഷത വഹിച്ചു. ക്ലബിൻ്റെ മുൻകാല ഭാരവാഹികളെ ഫലകം നൽകി ആദരിച്ചു. ക്ലബ് സെക്രട്ടറി ശ്രീനേഷ്, KUWJ സംസ്ഥാന ട്രഷറർ മധുസൂദനൻ കർത്ത, ജില്ലാ ട്രഷറർ മുഹമ്മദ് അലി, മുൻ ഭാരവാഹികളായ ES സുഭാഷ്, ജോർജ് പൊടിപ്പാറ, ചന്ദ്രശേഖരൻ, പട്ടത്താനം ശ്രീകണ്ഠൻ, ഷില്ലർ സ്റ്റീഫൻ, SV അയ്യർ, CR ദിനേശ്, അബ്ദുൽ ലത്തീഫ്, നഹ, നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്വന്തം പ്രയാസങ്ങളെ അവഗണിച്ച് സമൂഹത്തിന് സന്തോഷം പകർന്ന നടനാണ് സലീം കുമാർ എന്ന് PP സുമോദ് MLA അഭിപ്രായപ്പെട്ടു. നടൻ സലീം കുമാറിൻ്റെ സ്മരണാർത്ഥം കോട്ടായിൽ ഇറാം എഡ്യൂക്കേഷണൽ വെൽഫെയർ ട്രസ്റ്റിൻ്റെ 56 വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. സ്വന്തം പ്രയാസങ്ങളെ അവഗണിച്ച് സമൂഹത്തിന് സന്തോഷം പകരുകയും വേണ്ടുവോളം ചിരിപ്പിക്കുകയും ചെയ്ത അതുല്യ നടനായിരുന്നു സലീം കുമാർ എന്ന് PP സുമോദ് MLA പറഞ്ഞു. കഴിഞ്ഞ ദിവസം നിര്യാതനായ സിനിമാ നടൻ സലീം കുമാറിൻ്റെ സ്മരണാർത്ഥം ഇറാം എഡ്യൂക്കേഷണൽ വെൽഫെയർ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ 56 ഫലവൃക്ഷ തൈകൾ നടുന്നതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. ഏറെ ധന്യമായൊരു ചടങ്ങിലാണ് ഞങ്ങളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മലയാളിയെ സിനിമാ ലോകത്തെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത് നമ്മളിൽ നിന്ന് ഇന്നലെ മൺമറഞ്ഞു പോയ ഏറ്റവും പ്രിയപ്പെട്ട ചലച്ചിത്ര നടൻ, ദേശീയ അവാർഡ് ജേതാവ് കൂടിയായ സലീം കുമാറിന് 56 വയസ്സായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായി 56 മരങ്ങൾ ഇറാം എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയും പിന്നെ ഇവിടെ നിങ്ങളെല്ലാവരും കാണുന്ന പരിസ്ഥിതി പ്രവർത്തകരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വെക്കുകയാണ്. പരിസ്ഥിതി പ്രവർത്തകരായ റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ MK സുരേഷ്, ലീല ബാലകൃഷ്ണൻ, KK റഹ്മാൻ, അപ്പുക്കുട്ടൻ കല്ലൂർ, ഷംസുദ്ദീൻ മാങ്കുർശി, അബ്ദുറസാഖ് പത്തിരിപ്പാല എന്നിവർ സംസാരിച്ചു. കോട്ടായി പഞ്ചായത്ത് പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചെറുതുരുത്തി ഷൊർണൂർ റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ സ്നേഹക്കരുതൽ 2026 എന്ന പദ്ധതിയുടെ ഭാഗമായി പാഞ്ഞാലിയിലെ നിർധനരായ രോഗികൾക്ക് വിവിധ തരത്തിലുള്ള സഹായങ്ങൾ നൽകി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രശാന്തി ഉദ്ഘാടനം ചെയ്തു. വീൽ ചെയറുകൾ, വാക്കറുകൾ, വാട്ടർ ബെഡുകൾ, കിഡ്നി രോഗികൾക്കുള്ള ഡയാലിസിസ്, കിഡ്നി രോഗികൾക്കുള്ള മരുന്നുകൾ, ഡയാലിസിസ് കിറ്റുകൾ, സാമ്പത്തിക സഹായം എന്നിവയുടെ വിതരണം പാഞ്ഞാൽ വായനശാല ഹാളിൽ നടന്നു. നിരവധി രോഗികൾക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമായി ഈ ചടങ്ങ്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രശാന്തി ഭദ്രദീപം കൊളുത്തുകയും വീൽ ചെയറുകളും മറ്റു സാമഗ്രികളും പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോനാഥിന് നൽകി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളെ പോലുള്ള ജനപ്രതിനിധികൾ കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം തന്നെയാണ് ഇത്തരത്തിൽ ഒരു സ്വീകരണം അല്ലെങ്കിൽ ഒരു ആദരം ഏറ്റുവാങ്ങുമ്പോൾ ഉണ്ടാവുന്നത്. ഞങ്ങളൊക്കെ ഇന്ന് ഏറെ അടിസ്ഥാനത്ത് കാണുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട തങ്കമ്മ ചേച്ചി കൂടി ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയധികം സന്തോഷമാണ്. അറിയാം, കുറേ കാലങ്ങളായി
ജനപ്രതിനിധി എന്ന നിലയിൽ ദീർഘകാലം പ്രവർത്തിച്ച് പരിചയമുള്ള തങ്കമ്മ ചേച്ചി രാഷ്ട്രീയത്തിലായാലും അതുപോലെ സംഘടനാപരമായിട്ടൊക്കെ തന്നെ ഏറ്റവും വലിയ ഗുരുസ്ഥാനത്ത് കാണുന്ന ആളാണ് തങ്കമ്മ ചേച്ചി. അപ്പം അവരോടൊപ്പം തന്നെ ഇത്തരം ഒരു വേദി പങ്കിടാൻ കഴിഞ്ഞത്, ഒരു ആദരം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലൊക്കെയുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി രാമു ചാത്തനാത്ത് അധ്യക്ഷത വഹിച്ചു. റോട്ടറി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഉണ്ണീകൃഷ്ണൻ മുണ്ടനാട്ട് സ്നേഹക്കരുതൽ 2026 എന്ന പദ്ധതിയെക്കുറിച്ച് വിശദീകരണം നടത്തി. ചടങ്ങിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രശാന്തി, പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോന്തനാത്ത്, സീനിയർ വാർഡ് മെമ്പർ ഗിരിജ വല്ലഭൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ, പാഞ്ഞാൽ ഗ്രാമീണ വായനശാല ലൈബ്രറിയൻ കെ അജിത എന്നിവരെ മൊമെന്റോയും പൊന്നാടയും നൽകി ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുസ്തഫ, റഫീഖ് പാറപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. അജിത കെ സ്വാഗതവും മുകുന്ദൻ എ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലത്ത് കോടതി സമുച്ചയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ലോയേഴ്സ് യൂണിയൻ ഒറ്റപ്പാലം യൂണിറ്റ് നേതൃത്വത്തിൽ കോടതി പരിസരത്ത് വിശദീകരണ യോഗം നടത്തി. കെ പ്രേംകുമാർ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. ആഗസ്റ്റ് മാസത്തിലാണ്, അതായത് ഭരണാനുമതിയുടെ കാലാവധി കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് പിന്നെ 3 മാസവും കഴിഞ്ഞാണ് നമുക്ക് 70 സെൻറ്റ് സ്ഥലം നമുക്ക് കൈമാറി കിട്ടുന്നത്. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അദ്ദേഹം തന്നെ ഈ കോടതി വളപ്പിൽ വന്ന് നേരിട്ട് അതിൻ്റെ രേഖ കൈമാറിയത് നമ്മുടെ എല്ലാം ഓർമ്മയിലുണ്ടാകും. തുടർന്ന് അതിൻ്റെ കെട്ടിട നിർമ്മാണത്തിൻ്റെ അടുത്ത ഘട്ടമെന്ന നിലയിൽ അവിടെ അതിൻ്റെ മണ്ണ് പരിശോധനാ ഘട്ടത്തിലേക്ക് പോയി. സാധാരണ നിലയിലുള്ളതിനേക്കാൾ വളരെ വേഗതയിൽ മണ്ണ് പരിശോധന നടത്തി അതിൻ്റെ റിപ്പോർട്ട് വന്നു. 3-4 ദിവസം മുമ്പാണ്, ഈ ജൂൺ മാസത്തിലാണ് മണ്ണ് പരിശോധനാ റിപ്പോർട്ട് ഡിസൈൻ സിഇക്ക് സമർപ്പിച്ചത്. ഒരു 5 ആഴ്ചയോളം സമയമെടുക്കുമെന്നാണ് മനസ്സിലാകുന്നത് അതിൻ്റെ ഡിസൈൻ പൂർത്തീകരിച്ച് കിട്ടാൻ. AILU സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ജയൻ അധ്യക്ഷത വഹിച്ചു. കേരള ബാർ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് PM ജയ, AILU യൂണിറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് N രാഗേഷ് എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CP മുരളീധരൻ സ്വാഗതവും സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് K ഹരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലത്ത് തെരുവുനായയുടെ ആക്രമണം, 7 പേർക്ക് കടിയേറ്റു. കടിയേറ്റവർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. തെരുവുനായ്ക്ക് പേവിഷബാധ ഉള്ളതായും സംശയം. പാലക്കാട് എറണാകുളം മെമു ട്രെയിനിൽ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന അംഗങ്ങൾക്കും പ്രത്യേക സീറ്റുകൾ അനുവദിക്കണമെന്നും 12 കോച്ചുകളിൽ നിന്ന് 16 കോച്ചുകളാക്കി ഉയർത്തണമെന്നും വള്ളത്തോൾ നഗർ ഡിവിഷണൽ റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അറ്റകുറ്റപ്പണികൾക്കായി മുടങ്ങുന്ന ട്രെയിൻ ആഴ്ചയിൽ എല്ലാ ദിവസവും ഓടിക്കണമെന്നും ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് വള്ളത്തോൾ നഗറിൽ 100 കണക്കിന് യാത്രക്കാർ വലയുകയാണെന്നും ഭാരവാഹികൾ. സ്റ്റോപ്പില്ലാത്ത 62ഓളം ദീർഘദൂര ട്രെയിനുകൾ വള്ളത്തോൾ നഗർ വഴി കടന്നുപോകുന്നുണ്ടെന്നും ഇതിൽ ചില വണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചാൽ മലബാർ മേഖലയിലെ യാത്രക്കാർക്ക് സൗകര്യപ്രദമാകുമെന്നും കൺസൾട്ടേറ്റീവ് കമ്മിറ്റി. കിണർ വൃത്തിയാക്കുന്നതിനിടെ കിണറ്റിൻ്റെ ആൾമറയുടെ തൂണിടിഞ്ഞു വീണ തൊഴിലാളി മരിച്ചു. മരിച്ചത് കുഴൽമന്ദം തെക്കേക്കര പെരുങ്കുന്നം ചെരിങ്കൽ പറമ്പിൽ 40 വയസ്സുള്ള രാമദാസ്. അപകടം തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ. മുള്ളൂർക്കരയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവ് കാഴ്ച. മുള്ളൂർക്കര വാഴക്കോട് വളവിൽ ഇറങ്ങിയ കാട്ടാന വേലികളും മതിലുകളും കൃഷിയും നശിപ്പിച്ചു. അപകടം തുറക്കഥയായ കോട്ടായി ഓടന്നൂർ ജംഗ്ഷനിൽ അപകടം കുറയ്ക്കാൻ അധികാരികളുടെ ഭാഗത്തു നിന്നും സ്വത്വര നടപടി വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തം. ജംഗ്ഷനിൽ ഓരോ ദിവസവും 1-ലധികം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്നും പ്രദേശവാസികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്ത രാത്രി 9 മണിക്ക്. നമസ്കാരം.